ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ പുകയില്ലാത്ത അടുപ്പിൽ നല്ല രീതിയിൽ എങ്ങനെ തീ പിടിപ്പിക്കാം എന്നുള്ളതാണ്. തീ പിടിപ്പിക്കാൻ എന്നല്ല, വിറക് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ തീ കെട്ടുപോകാതെയും എന്നാൽ തീ ആളിപ്പടരാതെയും നമുക്ക് കത്തിക്കാം. അത് ഞാൻ പറഞ്ഞുതരാവേ. ഇത് ആലുവ പുകയില്ലാത്ത അടുപ്പെന്ന് പറയും. ഞങ്ങൾ ഇവിടെ സ്ഥിരം ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ പരിസരങ്ങളിലെല്ലാം ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 3 അടുപ്പുണ്ട് ഇതിന്. ഈ അടുപ്പ് ഇച്ചിരി വലിയ അടുപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് തൊട്ടപ്പുറത്തുള്ളത് സെൻട്രലിലത് അത് ഇപ്പോൾ നമുക്ക് വിറകൊന്നും വയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തൊരെണ്ണമുണ്ട്, അത് വിറക് വയ്ക്കാം. അത് ഇച്ചിരി ചെറിയ അടുപ്പാണ്. അപ്പോൾ 2 വലുതും ഒരു വലുതും ഒരു ചെറുതും പിന്നെ സെൻട്രലോ, അങ്ങനെ 3 ഇതായിട്ടാണ് വരുന്നത്. അപ്പം ഇതിലെന്ന് പറയുന്നത് നമ്മൾ ആദ്യം വെക്കുന്നത് തൊണ്ട് വെച്ച് കൊടുക്കും. തൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ഓലച്ചൂട്ടെന്ന് പറയും. ആ ഓലച്ചൂട്ടും വെച്ചിട്ടാണ് ഇത് കത്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഓലച്ചൂട്ട് ഇങ്ങനെ ഈ തൊണ്ട് വെക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് തീ അധികം കിടന്നോളും. ഇപ്പോൾ ചൂട്ടധികം എരിഞ്ഞ് തീർന്ന് ചിലപ്പോൾ ഒന്ന് ഊതണ്ടി വന്നാൽ പോലും ചൂട്ട് മാത്രമാണെങ്കിൽ തീ കാണില്ല. പക്ഷെ തൊണ്ടാവുമ്പോൾ തൊണ്ടിനകത്ത് തീ കാണും. അതുകൊണ്ടാണ് ഈ തൊണ്ട് ഞങ്ങൾ ആദ്യം വെച്ച് കൊടുക്കുന്നത്. പിന്നെ എന്നിട്ട് നമ്മൾ ഒരു പേപ്പറിനകത്ത് തീപ്പെട്ടി അരച്ച് കത്തിച്ചിട്ട് ഇതിലോട്ട് വെക്കുകയാണ് ചെയ്യാറ്. അപ്പം സാധാരണ തീ അങ്ങ് കത്തിക്കോളും. പിന്നെ അത് കഴിഞ്ഞ് ഈ കനം കുറഞ്ഞ ചുള്ളികളായാലും അല്ലെങ്കിൽ കനം കുറഞ്ഞ വിറക് കഷ്ണങ്ങളുണ്ട്, കനം കുറഞ്ഞ മടലുണ്ട്, അതൊക്കെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തീ നല്ലതുപോലെ അതിലങ്ങ് ഈ കനം കുറഞ്ഞത് തുടക്കത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിലേക്കൂടി ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ പതിയെ നമ്മൾ വലുത് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിത് പറയുന്നത് പലർക്കും അറിയാം, പക്ഷെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ തീരെ കൊച്ചല്ല, എന്നാലും 10-20 വയസ്സായവർ പിള്ളേരൊക്കെ ഇപ്പോൾ ഇതൊക്കെ അടുപ്പൊക്കെ എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് നോക്കുമല്ലോ. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് എന്തായാലും എല്ലാവരും നോക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ കനം കുറഞ്ഞ ഇതുപോലുള്ളത് വെക്കുക. പിന്നെ ഇത് കൊതുമ്പെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് എല്ലായിടത്തും എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ ഇവിടെ കൊതുമ്പെന്നാണ് ഇതിന് പറയുന്നത്. വേറെ പേരെന്തോ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ആ കൊതുമ്പ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തീ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ട് നിന്നോളും. അതിൻ്റെ കൂടെ തന്നെ ഓരോ വിറക് കഷ്ണങ്ങളോ അല്ലെങ്കിൽ കട്ടിയുള്ള മടലോ ഒക്കെ അതിലും വെച്ച് കൊടുക്കാം. തീ നല്ലതുപോലെ അങ്ങ് കത്തിക്കോളും. വലിയ പാടുള്ള കാര്യമില്ല. പിന്നെ ഇതെല്ലാം നമ്മൾ പറമ്പിലോ അവിടെ എവിടെയൊക്കെ കിടക്കുന്നെങ്കിൽ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഗ്യാസിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയും കൂടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുവിധം ഒരു 3 മാസം 4 മാസമൊക്കെ നമുക്ക് ഒരു കുറ്റി ഉപയോഗിക്കാൻ പറ്റും. ഇത് പല രീതിയിൽ കത്തിക്കുന്നവരുണ്ട്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നവരുണ്ട്, പെട്രോളൊക്കെ എടുത്ത് ഒഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ച് ചാരം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കണം. മണ്ണെണ്ണ ആ തീപ്പെട്ടി വരച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ അത് കത്തും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ കത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് കനം കുറഞ്ഞ ഓരോ വിറകോ അല്ലെങ്കിൽ പൊത്താനോ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയാവും. പതുക്കെ ഇങ്ങനെ കത്തിയിരുന്നോളൂ. പക്ഷേ നമ്മൾ ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് പെട്രോളോ മണ്ണെണ്ണയോ ഒന്നും എടുത്ത് ഒഴിക്കരുത്. അത് ആളിക്കത്തും. അത് നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. ഇപ്പോൾ കുറേ വാർത്തകളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണാറുണ്ട്. അടുപ്പ് കത്തിക്കാൻ അതെടുത്ത്, പിന്നെ ടർപ്പൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതൊന്നും എടുത്ത് ഒഴിക്കരുത്. പെട്രോൾ ഒഴിക്കരുത്, ടർപ്പനും ഒഴിക്കരുത്, മണ്ണെണ്ണ ഒഴിക്കരുത്. പക്ഷേ മണ്ണെണ്ണ ചാരത്തിനകത്ത് ഒഴിച്ചിട്ട് വേണം അത് കത്തിച്ച് തുടങ്ങാൻ. പിന്നെ വേറെ കർപ്പൂരം ഇട്ട് കത്തിക്കുന്നവരുണ്ട്. കർപ്പൂരം ഇട്ട് ഞാൻ കത്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ വേറൊന്നും ഇട്ട് കത്തിക്കാറില്ല. നമ്മൾ മെയിൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇവിടെ എല്ലാവരും. പിന്നെ ഇടയ്ക്ക് നമ്മളിതുപോലെ ഓരോ കഷ്ണം തൊണ്ടോ ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീ അതിൽ കിടന്നോളും.